ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ സംസ്ഥാനമാണ് കർണാടക. കർണാടകയിൽ ബി.ജെ.പിയുടെ അശ്വമേധത്തിന് തടയിട്ട നേതാവ് ആര് എന്ന് ചോദിച്ചാൽ രണ്ട് നേതാക്കന്മാരുടെ പേരുകളാണ് പ്രധാനമായും കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുക. ഒന്ന് സിദ്ധരാമയ്യ, നിലവിലെ കർണാടക മുഖ്യമന്ത്രി. രണ്ട് DK ശിവകുമാർ. സിദ്ധരാമയ്യ ഒരു ആദർശ രാഷ്ട്രീയത്തിന്റെ അമരക്കാരൻ എന്നൊക്കെ അവിടെ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. കർണാടകയിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് സാധാരണക്കാരെ കർഷക തൊഴിലാളികൾ കർഷകരുമായി ആത്മബന്ധം സ്ഥാപിച്ച് അവർക്കിടയിൽ ജീവിക്കുന്ന, അതായത് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു നേതാവാണ് സിദ്ധരാമയ്യ. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു മുതൽക്കൂട്ടും. അദ്ദേഹത്തിന് എല്ലാ വിഭാഗം ആളുകളുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ ഒരു തികച്ചും ഗാന്ധിയനായ, അല്ലെങ്കിൽ ഒരു ചെവിക്ക് അടികിട്ടിയാൽ മറുചെവി കാണിച്ചു കൊടുക്കുന്ന ലാളിത്യത്തിന്റെ പ്രതിരൂപമായ ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെ ബി.ജെ.പിയുടെ മണി പവറിനെയും മസിൽ പവറിനെയും അതേ കരുത്തിൽ നേരിടുന്ന നേതാവ് ആരെന്ന് ചോദിച്ചാൽ DK ശിവകുമാറാണ്. കാരണം ബി.ജെ.പിയെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ച് അടിക്കാനാണെങ്കിൽ അടിക്കാൻ ഏത് രൂപത്തിലും ബി.ജെ.പിയെ എതിരാൻ തയ്യാറാകുന്ന നേതാവാണ്. സിദ്ധരാമയ്യ ആശയം കൊണ്ട് ഏറ്റുമുട്ടണമെന്ന് നിലപാട് സ്വീകരിക്കുമ്പോൾ ആശയം മാത്രം പോരാ, ആവശ്യമെങ്കിൽ കൈക്കരുത്തും കാണിക്കണമെന്ന് പറഞ്ഞ് പോരാടുന്ന നേതാവാണ് DK ശിവകുമാർ. അദ്ദേഹത്തെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് നിരവധി തവണ വേട്ടയാടി. അദ്ദേഹത്തിനോട് അമിത്ഷാ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു ഷൂ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ അത് പോളിഷ് ചെയ്ത് അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ നേതാവാണ് DK ശിവകുമാർ. അതായത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് അംഗം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുമ്പോൾ DK ശിവകുമാർ കണ്ണൂരിൽ TO മോഹനു വേണ്ടി പ്രചരണത്തിലെത്തുന്നു. അദ്ദേഹം K സുധാകരനെ സന്ദർശിച്ചു. അതായത് കേരള രാഷ്ട്രീയത്തിൽ K സുധാകരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്താണോ അതിനപ്പുറമാണ് DK ശിവകുമാർ കർണാടകയിൽ. അതോടൊപ്പം അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ DKയുടെ പര്യടനം എത്തുകയാണ്. വടകരയിലുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് നാദാപുരത്തുണ്ട്, എലത്തൂരിലുണ്ട്, ബാലുശ്ശേരിയിലുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ പ്രദേശങ്ങളിൽ കോഴിക്കോട് നോർത്തിലുണ്ട്. DK ശിവകുമാറിന്റെ പര്യടനം എത്തുകയാണ്. DK കൂടി എത്തുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിനത് പകരുന്ന ആവേശം ചെറുതൊന്നുമല്ലല്ലോ. അല്ല, DK കൂടി എത്തുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിന്റെ ആവേശം എന്താണ് ഉച്ചസ്ഥായിൽ എത്തും എന്ന് പറയേണ്ടി വരും. കാരണം എന്ന് പറയുന്നത് മറ്റൊന്നല്ല, ചേട്ടൻ ആദ്യം DK ശിവകുമാറിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് K സുധാകരനെ പറ്റിയാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ അടിക്ക് തിരിച്ചടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് തന്നെ അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് DK ശിവകുമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനു മുൻപുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഇത്രയും സ്റ്റാർ ക്യാമ്പയിനർമാർ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് ഒക്കെ വന്ന് പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും സ്റ്റാർ ക്യാമ്പയിനർമാർ എത്തിയ ഒരു അടുത്ത കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതുപോലെ ബൂത്ത് കമ്മിറ്റികളിൽ പോലും സ്റ്റാർ ക്യാമ്പയിനർമാർ എത്തുന്ന രീതിയിലേക്ക്. കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നു. ഇനി ഒരു 5 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക്, ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണി ഇല്ലാതാകുമോ എന്നുള്ളൊരു ചോദ്യം പോലും കേരളത്തിന് മുന്നിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് DK ശിവകുമാർ അടക്കം കേരളത്തിലേക്ക് വരുന്നത്. DK ശിവകുമാർ അടക്കമുള്ളവരുടെ വരവ് കോൺഗ്രസുകാരെ, UDFകാർക്ക് പ്രചോദനം നൽകും. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു കണ്ണൂർ പോലെയുള്ള ജില്ലകളിലൊക്കെ, കണ്ണൂറും കാസർഗോഡൊക്കെ കോഴിക്കോടും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ എനിക്ക് മറ്റെല്ലാ ജില്ലകളിലും വരുമ്പോൾ സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിലും എനിക്ക് തോന്നുന്നു കണ്ണൂർ, ആ ഒരു കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരിക്കും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നെന്ന് തോന്നുന്നുണ്ട്. കാര്യം DK ശിവകുമാർ എന്ന നേതാവിനെ എല്ലാവർക്കും അറിയാം. ചേട്ടൻ ഈ പറഞ്ഞതുപോലെ കർണാടക പൊളിറ്റിക്സ് അറിയാവുന്ന, അല്ലെങ്കിൽ എനിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും DK ശിവകുമാറിനെ അറിയാത്ത കേരളത്തിലെ ആളുകൾക്കെല്ലാം DK ശിവകുമാർ വളരെ പരിചിതനായിട്ടുള്ള ഒരു മുഖമാണ്. അപ്പൊ അങ്ങനെ ഒരാൾ കൂടി കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഓരോ ദിവസവും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ രാഹുൽ ഗാന്ധി ആകട്ടെ, പ്രിയങ്ക ഗാന്ധി ആകട്ടെ, സച്ചിൻ പൈലറ്റ് ആകട്ടെ, മല്ലികാർജ്ജുൻ ഖർഗെ, ഓരോരുത്തരും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്, പ്രചരണം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെയാണ് DK ശിവകുമാർ കൂടി വരുന്നത്. അത് കോൺഗ്രസിനും UDFനും അനുകൂലമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ദൊഡ്ഡൻഹള്ളി കമ്പഗൌഡ ശിവകുമാർ എന്ന് പറഞ്ഞാൽ കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരുടെ ആശയവും ആവേശവും വികാരവുമാണ്. അദ്ദേഹം കനകപുര എന്ന മണ്ഡലത്തിലാണ് DK ശിവകുമാർ കാലാകാലങ്ങളായി മത്സരിച്ചു വരുന്നത്. കനകപുരയിൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ BJP പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഭൂരിപക്ഷം കുറയ്ക്കാൻ, കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞ തവണ വിജയിച്ചത് DK ശിവകുമാറാണ്. അത് കർണാടകയിൽ ചില ആളുകൾ രഹസ്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, കനകപുര റിപ്പബ്ലിക് എന്ന്. കാരണം കനകപുര റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ കനകപുരയിൽ എല്ലാം DK ആണ്. അദ്ദേഹം അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് അദ്ദേഹം അങ്ങ് പോകും. അദ്ദേഹം ബാക്കി എല്ലാ മണ്ഡലങ്ങളും, കർണാടക വലിയൊരു സംസ്ഥാനമാണ്, ബാക്കി എല്ലാ മണ്ഡലങ്ങളും പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ 3 ദിവസങ്ങളിൽ അദ്ദേഹം മണ്ഡലത്തിൽ മാത്രമേ ഉണ്ടാകൂ. ആ മണ്ഡലത്തിൽ എല്ലാ ആളുകളുമായി പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധമാണ് DK ശിവകുമാറുള്ളത്. അത് താഴെത്തട്ടിലെ കോൺഗ്രസ് പ്രവർത്തകനായാലും ശരി, ഏറ്റവും അവസാനത്തെ വോട്ടർ വരെ പേരെടുത്ത് വിളിക്കാൻ ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് DK ശിവകുമാർ. കാരണം കേരളം വിട്ടാൽ അത്രത്തോളം ബന്ധങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ കുറവാണ്. DK ശിവകുമാർ അതിൽ നിന്നെല്ലാം വിപരീതമായി ആ കനകപുര മണ്ഡലത്തിലെ ഓരോ കുട്ടിയെയും അദ്ദേഹത്തിന് അറിയാം. അവിടെ ഒരു കല്യാണം ഉണ്ടായാൽ
ഒരു പ്രസവം നടന്നാൽ അടക്കം ഡി കെ ശിവകുമാർ അവിടെ എത്തും. അതാണ് കനകപുര റിപ്പബ്ലിക്, അദ്ദേഹത്തിന്റെ ഒരു രാജ്യമാണത്. അതാണ് ഡി കെ ശിവകുമാറിനെ മറ്റു നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പിന്നെ ഇലക്ഷൻ മാനേജ്മെന്റ് എന്താണെന്ന് തീർച്ചയായും രാജ്യത്ത് അഹമ്മദ് പട്ടേലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അന്തരിച്ചതിന് ശേഷം കോൺഗ്രസ് ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധിയിൽ പരിഹാരം കാണാൻ ഓടിയെത്തുന്ന ഡി കെ ശിവകുമാറാണ്. അദ്ദേഹത്തിന്റെ മണി പവർ, മസിൽ പവർ രാഷ്ട്രീയം കോൺഗ്രസിന് മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം 100% ഗാന്ധിയനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മസിൽ പവർ രാഷ്ട്രീയം BJPയെ നേർക്കുനേർ വെല്ലുവിളിക്കാൻ കോൺഗ്രസിന് എന്നും ആവേശം പകരുന്നതാണ്. BJPക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഡി കെ ശിവകുമാർ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണമായി എത്തുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശം പകരും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് വലിയ ആവേശം പകരും. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ കർണാടകയിലെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ സഹായിച്ച, അല്ലെങ്കിൽ ആ അക്കൗണ്ട് പൂട്ടിക്കാൻ BJPയുടെ ഭരണം ഇല്ലാതാക്കാൻ നേതൃത്വം നൽകിയ ഡി കെ ശിവകുമാർ കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മുഖത്ത് പ്രചരണത്തിലെത്തുമ്പോൾ അത് വലിയ ആശയും ആവേശവും പ്രതീക്ഷയും പ്രത്യാശയും പകരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോഴിക്കോടും കണ്ണൂരും അടക്കമുള്ള CPM-മായി കോൺഗ്രസ് നേർക്കുനേർ പോരാടുന്ന പ്രദേശങ്ങളിൽ ഡി കെയുടെ വരവ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജ്ജവും പുതിയ കരുത്തും പകരുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നു, 5 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ആ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, കോൺഗ്രസ് ഇല്ലാതാകും, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു പ്രാവശ്യം കൂടി പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസ് ഇല്ലാതാകും എന്നൊരു അഭിപ്രായം എനിക്കില്ലെങ്കിലും കോൺഗ്രസ് എന്ന പാർട്ടി വലിയ ദയനീയ അവസ്ഥയിലേക്ക് പോകും. അതൊക്കെ മാറ്റാൻ 140-ൽ 100 സീറ്റ് പിടിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണല്ലോ ഡി കെ ശിവകുമാർ അടക്കമുള്ള നേതാക്കളെ, അല്ലെങ്കിൽ ദേശീയ നേതാക്കളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, പ്രചരണത്തിന് ഇറക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായും വോട്ടർമാരെ സ്വാധീനിക്കില്ലേ? തീർച്ചയായും മലബാറിൽ കോൺഗ്രസ് വലിയൊരു തിരിച്ചുവരവാണ് ലക്ഷ്യമിടുന്നത്. മലബാറിൽ കൂടുതൽ സീറ്റുകൾ വേണം. പ്രത്യേകിച്ച് കണ്ണൂര്, കോഴിക്കോട് ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ നേടിയില്ലെങ്കിൽ ഭരണത്തിലെത്താൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരും കോഴിക്കോടും കർണാടക രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പവർഫുൾ നേതാക്കന്മാരിൽ ഒരാളായ ക്രൗഡ് പുള്ളറായ ഡി കെ ശിവകുമാറിനെ പോലെയുള്ള നേതാക്കന്മാരെ എല്ലാവരെയും കോൺഗ്രസ് രംഗത്തിറക്കി അരയും തലയും മുറുക്കി കോൺഗ്രസ് പ്രചരണം നടത്തുന്നത്. ഈ പരസ്യ പ്രചരണം ഡി കെ ശിവകുമാറിനെ പോലുള്ള ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടി ഉറപ്പ് നൽകാൻ കഴിയും. കാരണം കോൺഗ്രസ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി വിജയകരമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കർണാടക. ഇന്ദിരാ ഗ്യാരണ്ടി മാത്രമല്ല, കോൺഗ്രസ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഇന്ദിരാ ക്യാൻറ്റീൻ കർണാടകയിൽ നടപ്പിലാക്കിയ സർക്കാരാണ് ഡി കെ അടക്കം നേതൃത്വം നൽകിയ സർക്കാർ. അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാറിന്റെ വരവും അദ്ദേഹത്തിന്റെ ക്യാമ്പയിനും കോൺഗ്രസിന് പുതിയ ഊർജ്ജം നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ് KSRTC നഷ്ടത്തിലാണ്, എത്രത്തോളം വിശ്വാസയോഗ്യമാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ളത്. പക്ഷെ അവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അത് വിശ്വാസയോഗ്യമായ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പിലാക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഡി കെ ശിവകുമാർ. ഡി കെ ശിവകുമാർ അത് സംസാരിക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അതൊരു വിശ്വാസം. തീർച്ചയായും കർണാടക SRTC കേരളവുമായി താരതമ്യമ്പോൾ ലാഭത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. കർണാടക SRTCയിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. അത് കോൺഗ്രസിന്റെ ഗ്യാരണ്ടി ആയിരുന്നു. അധികാരത്തിലേറെ 3 മാസത്തിനകം ആ ഗ്യാരണ്ടി നടപ്പിലാക്കി. അത് മാത്രമല്ല, വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട് അവിടെ വളരെ വലിയ ഇളവാണ് നൽകുന്നത്. പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ കർണാടകയിൽ വിജയകരമായി നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഇതെല്ലാം കർണാടകയിൽ നടപ്പിലാക്കാൻ നേതൃത്വം നൽകിയ കർണാടക PCC അധ്യക്ഷൻ ഡി കെ ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രി ദൊഡ്ഡനഹള്ളി കെമ്പഗൌഡ ശിവകുമാർ കേരളത്തിലെത്തി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് കോൺഗ്രസ് ക്യാമ്പിന് ആവേശം ചെറുതൊന്നുമല്ല നൽകുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്.